നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂൺ 23, 24 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 22 രാത്രി 11:03 PM മുതൽ ജൂൺ 24 രാത്രി 11:45 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇവിടെ ബുധൻ കർക്കിടകം രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. 22-ാം തീയതി രാത്രി മാറിയിട്ടുണ്ട്. പിന്നെ ചന്ദ്രൻ ഇടവൻ രാശിയിൽ ഉച്ചക്ഷേത്രത്തിൽ വരികയാണ്. അപ്പോൾ പൊതുവെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വീട്, വാഹനം, മനസ്സ്, മാതാവ്, ഇതൊക്കെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ മേഖലയിലെല്ലാം പൊതുവെ ഈ 12 രാശിക്കാർക്കും കുറച്ച് മെച്ചം എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അത് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും. എന്തായാലും അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മേടം രാശി. ഏകദേശം 6 രാശികൾക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഒരു രാശിക്ക് മാത്രമാണ് ദോഷാധിക്യമുള്ളത്. എന്തായാലും ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് അവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന്, ശിവന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബാക്കി 8 ഗ്രഹങ്ങളിൽ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് ഇവർക്ക് അനുകൂലമാണ്. പ്രധാനമായിട്ടും സൂര്യൻ ഇവിടെ 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭം, തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ മിഥുനമാസം മുഴുക്കെ ഉണ്ടാവും. കൂടാതെ ഇവിടെ 4-ാം ഭാവത്തിലേക്ക് ബുധൻ മാറിയിട്ടുണ്ട്, അതും അനുകൂലമാണ്. അപ്പോൾ സൂര്യനും ബുധനും അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ഏറ്റവും ചുരുക്കിയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ ഇവർക്ക് സർപ്പം അഥവാ രാഹു അനുകൂലമാണ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം കിട്ടും. അതോടൊപ്പം സൂര്യനും അനുകൂലമാണ്. അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം. പൂർവിക സ്വത്തിൽ നിന്ന് ക്രയവിക്രയം മൂലം നമുക്ക് റിയൽ എസ്റ്റേറ്റ് വഴിയോ അല്ലെങ്കിൽ കൃഷി സംബന്ധമായോ ഒക്കെ വരുമാനം കൂടാം. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവർ ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തുക. ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ ഈ ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യമുള്ള അനുഭവങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. പക്ഷേ അതിൽ തന്നെ ശനിയും വ്യാഴവും അനുകൂലമാണ്. ശനി ഇവിടെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് 4 ഗ്രഹങ്ങൾ മാത്രമേ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ഞങ്ങൾ ഗുണാധിക്യം എന്ന് പറയുന്നത്
അത് മാത്രമല്ല ഡയറക്റ്റായിട്ട് ചൊവ്വ മാത്രമാണ് പ്രധാനമായിട്ട് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സർവകാര്യ വിജയം, ഏർപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളിലും ഇവർക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കും. അത് ഏകദേശം 2-2.5 വർഷം നീണ്ടു നിൽക്കുകയാണ്. അതായത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ അതേസമയം തന്നെ വ്യാഴവും അനുകൂലമാണ്, 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ധനവരവ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുമാത്രമല്ല പൊതുവെ ഒരു ദൈവാധീനം പൊതുവെ ഉണ്ടാവും. ഭാഗ്യമുള്ള സമയമാണ്. രാശിഫലമാണത്. നിങ്ങളുടെ മഹാദശ, അന്തർദശ, ഗ്രഹസ്ഥിതി ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം 100% നടക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ ഒക്കെ അനുഷ്ഠിച്ച് നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. പിന്നെ ഇവിടെ ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കൂടാതെ ശുക്രനും അനുകൂലം. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദ ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് സൂര്യൻ, വ്യാഴം, ശനി, ചന്ദ്രൻ ഇവയെല്ലാം പ്രതികൂലമാണ്. അപ്പോൾ ഇവർക്ക് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഇവിടെ 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണെങ്കിലും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം. അപ്പോൾ ഈ ഗുണദോഷ സമ്മിശ്രത്തിൽ കിടന്ന് കളിക്കുന്ന ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വ ആണ് ഇവർക്ക് പ്രധാനമായിട്ടും അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൂടാതെ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ, റിയൽ എസ്റ്റേറ്റ്, കൃഷി തുടങ്ങിയവയിലൂടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും. മിഥുനം രാശി 3ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് ചൊവ്വയും, പിന്നെ ശിഖി അഥവാ കേതു, അതുപോലെ തന്നെ സർപ്പം 9ാം ഭാവത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാവുന്നത് മാത്രമല്ല ഭാഗ്യപരീക്ഷണങ്ങളിലും ഇവർക്ക് സാധ്യത വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധനവരവുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അത് മാത്രമല്ല കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഈ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഈ ഗുണാധിക്യം നമുക്ക് അത്യധികം ഗുണാധിക്യമുള്ള അനുഭവങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും മേടം, ഇടവം, മിഥുനം രാശികൾക്ക് ഗുണാധിക്യമാണ്. ഓക്കെ, ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും ശനി ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ഇവർക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശനി കൊണ്ടുള്ള ദോഷം ഇല്ല. എങ്കിലും ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഭാഗ്യവർദ്ധനമുണ്ടാവും. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ശനിയുടെ അനുഭവം നമുക്ക് ഗുണാധിക്യമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് സൂര്യൻ പ്രതികൂലമാണ്, വ്യാഴവും പ്രതികൂലമാണ്, 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്. അപ്പോൾ പണമിടപാടുകൾ കഴിവതും
ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. പിന്നെ തീർച്ചയായിട്ടും ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ച് സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ ഇവിടെ ചന്ദ്രൻ അനുകൂലമാണ്, ചന്ദ്രൻ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത്. ബാക്കി 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ ഇവിടെ ചന്ദ്രൻ അനുകൂലമാണ്, അല്പം ആശ്വാസമൊക്കെ കിട്ടാം. പക്ഷേ ക്ഷേത്ര ദർശനം വഴി നമുക്ക് ഗുണാധിക്യം തന്നെ നമുക്ക് നേടിയെടുക്കാം. അത് എല്ലാ ദിവസവും കർക്കിടക രാശിക്കാർ നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യമൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനി അഷ്ടമശനിയാണ്. അപ്പോൾ ശനിയാഴ്ച നിങ്ങൾ വ്രതമെടുക്കുക. അതുപോലെ തന്നെ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പം പ്രതികൂലമാണ്. അപ്പോൾ ദിവസവും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പിന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണെങ്കിലും നമുക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് ഉണ്ട്. അതിൽ തന്നെ സൂര്യനും വ്യാഴവും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണവർദ്ധനവിന് വേണ്ടി നമുക്ക് ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തിയാൽ ഗുണവർദ്ധനമുണ്ടാവും. തീർച്ചയായിട്ടും വ്യാഴം കൊണ്ട് ദൈവാധീനം, അതുപോലെ തന്നെ ധനവരവ്, പിന്നെ ഭൗതിക സുഖങ്ങൾ, പിന്നെ സൂര്യൻ ഇവിടെ മിഥുനമാസം മുഴുവൻ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ ശുക്രൻ അനുകൂലമാണ്, 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ നമുക്ക് ഈ ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. അത് ഉടനെ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗുണങ്ങൾ നേടിത്തരും. പൊതുവെ ചിങ്ങം രാശിക്ക് ക്ഷേത്രദർശനമൊക്കെ നടത്തി അനുകൂലമായിട്ട് ഉള്ള ഒരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും. അതുവഴി ഗുണാധിക്യം നേടാൻ പറ്റും. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക, വ്രതമെടുക്കുക. അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതിൽ തന്നെ 10ാം ഭാവത്തിൽ സൂര്യനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ബുധനും നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമാണ്. അഷ്ടമത്തിലാണെങ്കിലും ശുക്രൻ അനുകൂലം തന്നെയാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഇവർക്ക് സർപ്പവും അനുകൂലമാണ്, 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ
ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും, പൂർവിക സ്വത്ത് ലഭിക്കാം. സർപ്പവും സൂര്യനും അനുകൂലമാണ്. അപ്പോൾ പിതൃസ്വത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നേട്ടമുണ്ടാവും. കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് 3 ഗ്രഹങ്ങൾ തരുന്നത്. പിന്നെ ഇവിടെ കർമ്മഭാവത്തിൽ ബുധൻ വന്നിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടങ്ങൾ കൂടും. കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ അനുകൂലമായിട്ട് ബുധൻ നിൽക്കുന്നു. കൂടാതെ ഇവർക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ്. പ്രത്യേകിച്ച് ശനി വഴി ഇവർക്ക് സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഏറ്റവും ചുരുക്കിയാണ് ഞങ്ങൾ പറയുന്നത്. വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ദൈവാധീനം ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് സൂര്യനെങ്കിലും 9ാം ഭാവത്തിൽ സൂര്യൻ അത്ര കണ്ട് വലിയ അനുഗ്രഹങ്ങൾ തരില്ല, എങ്കിലും പ്രതികൂലമല്ല. പിന്നെ ശുക്രൻ ഇവിടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യമായ നേട്ടമൊന്നുമില്ല. പക്ഷേ ശുഭഗ്രഹമായ ശുക്രൻ കാര്യമായ ദോഷമൊന്നും നമുക്ക് ചെയ്യില്ല. എങ്കിലും ജൂൺ 29 മറ്റോ ശുക്രൻ മാറുന്നുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ദയവായി അത് കാണുക. അത് നമുക്ക് ഇവിടെ തുലാം രാശിക്ക് അനുകൂലമായിട്ട് വരും. അത് സ്വക്ഷേത്രത്തിൽ ഇടവൻ രാശിയിലെ അഷ്ടമത്തിലേക്ക് വരും. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശുക്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലമെന്ന് പറയാമെങ്കിലും കാര്യമായ ദോഷമൊന്നും ഈ ശുഭഗ്രഹമായ ശുക്രൻ പൊതുവെ ചെയ്യാറില്ല. അപ്പോൾ കാര്യമായ നേട്ടം ശുക്രൻ വഴി ഇല്ലെങ്കിലും അത് പ്രതികൂലമെന്ന് പറയാൻ. അപ്പോൾ സൂര്യനും ശുക്രനും ഇവിടെ അനുകൂലമല്ല എന്നാണ് പറയുന്നത്, പക്ഷേ പ്രതികൂലമല്ല. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഇവർക്ക് നിരത്തി പിടിച്ച് ഗ്രഹങ്ങളാണ്. ഇപ്പോൾ തുലാം രാശിയുടെ സ്റ്റാർട്ട് ടൈമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഈ നില തുടരുക തന്നെ ചെയ്യും. മിക്കവാറും എല്ലാ ദിവസവും ഗുണാധിക്യം തന്നെയാണ്. അപ്പോൾ ഈ അവസരം നമ്മൾ ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം നമ്മൾ ഉപയോഗപ്പെടുത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക. അത് പ്രത്യേകിച്ച് ദോഷങ്ങൾ ഉണ്ടായിട്ടില്ല, ഈ ഗുണം ഉള്ള കാര്യങ്ങൾ തന്നെ പരമാവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. അതിന് പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നിങ്ങൾക്ക് ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. കാരണം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാധീനം കൂടും. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുകയും ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഗുരുവായൂരിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് തീർത്ഥയാത്ര നടത്താനുള്ള അവസരം വരും. കാരണം ചൊവ്വ ഇവിടെ അനുകൂലമാണ്. ചൊവ്വയും ശനിയും വ്യാഴവും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ വാഹന ലാഭം, എല്ലാ തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു അനുകൂലമാണ്. പ്രത്യേകിച്ച് 11ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ 5ാം ഭാവത്തിൽ പൂർവ്വപുണ്യ സ്ഥാനത്ത് നിൽക്കുന്ന സർപ്പത്തിന് അനുകൂലമായിട്ടുള്ള ഫലം തരാൻ പറ്റും. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. അതേസമയം പൂർവിക സ്വത്തിൽ നിന്ന് ഉള്ള അനുഭവങ്ങൾ കാര്യമായ രീതിയിൽ ഉണ്ടാവും. ഒരുപക്ഷെ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. പിന്നെ പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇത്.
അപ്പോൾ ഈ നല്ല സമയം നിങ്ങൾ പാഴാക്കരുത്. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഗുണാധിക്യം നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാം. ഇനി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഇവർക്ക് സൂര്യനും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ഇവിടെ 5ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അത്ര വലിയ ദോഷം ചെയ്യില്ല ശനി. അതുപോലെ തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് ചന്ദ്രനും ചൊവ്വയും മാത്രമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഏകദേശം 5 ഗ്രഹങ്ങളോളം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. എങ്കിലും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ചൊവ്വ അനുകൂലമായതിനാൽ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ, അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാടം, ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഇവരെ ശിവക്ഷേത്രത്തിൽ അയ്യപ്പന് അതുപോലെ ശനിക്ക് വഴിപാടുകൾ നടത്തിയാൽ ശനിദോഷം കുറയും, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ ദൈവാധീനം മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ശുക്രനും ബുധനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ നമുക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാം. ആ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഇപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം അനുകൂലമായതിനാൽ ദൈവാധീനം മാത്രമല്ല, ഭൗതിക സുഖങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ പറ്റും. പിന്നെ സർപ്പവും ശിഖിയും അനുകൂലമാണ്. സർപ്പം 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു, ശിഖി 9ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് പൂർവികരുടെ അനുഗ്രഹം കിട്ടും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ശനി ഇവർക്ക് അനുകൂലമാണ്. 3ാം ഭാവത്തിൽ ശനി അനുകൂലമാണ്, ഏകദേശം 2-2.5 വർഷം. അപ്പോൾ സർവകാര്യ വിജയം, ഇവർ ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യത്തിനും ഇവർക്ക് നേട്ടമുണ്ടാവും. ഒരു വിജയ സാധ്യത നിലനിൽക്കുകയാണ്. അതുപോലെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ സൂര്യൻ ഇവിടെ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ വ്യാഴം, ചൊവ്വ ഇവ പ്രതികൂലമാണ്. വ്യാഴം ഇവിടെ 6ാം ഭാവത്തിലും പ്രതികൂലമായിട്ട് ചൊവ്വ അഷ്ടമത്തിലും നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും നമുക്ക് ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ കുറച്ച് അനുകൂലമായിട്ടുള്ള അവസ്ഥ നിയമപ്രശ്നങ്ങളിലും ഉണ്ടാവും. എന്തായാലും മകരം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം.
അവസാനം ആദ്യ 3 പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ. ഇവിടെ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ശനി 7 ശനിയാണ്. അതുപോലെ തന്നെ ജന്മ രാഹുവാണ്. കൂടാതെ ചൊവ്വ പ്രതികൂലമാണ്. 7ാം ഭാവത്തിൽ ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ രാഹു പ്രതികൂലമായതിനാൽ ജന്മരാഹുവാണ്. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. അതേസമയം ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലമാണ്. 5ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും പ്രേമ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. ശുക്രനും വ്യാഴവും അനുകൂലമാണ്. ബുധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും. ഇനി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി പ്രതികൂലമാണ്. ജന്മ ശനിയാണ്. സർപ്പം അഥവാ രാഹു 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. ഇത് രണ്ടും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ്. ഓക്കെ, എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. സർപ്പം പ്രതികൂലമായതിനാൽ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയില്ലെങ്കിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ബുധൻ, ചൊവ്വയാണ്. ചൊവ്വയും ശനിയും 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും. ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ദേഹസുഖം, മനസ്സുഖം ഒക്കെ ഇവർക്ക് ഉണ്ടാവും. ചെറിയ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങി തുടങ്ങും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഞങ്ങൾ പറയുന്നത് മീനം രാശിക്ക്. ഇനി ഭാഗ്യ നമ്പറുകൾ 23/6/2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 3, 9, 6, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 24/6/2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 2, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബ്രഹ്മമുഹൂർത്തം 23, 24 തീയതികളിൽ രാവിലെ 4:33 AM മുതൽ രാവിലെ 5:21 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 23, 24 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 23-ാം തീയതി ഉച്ചയ്ക്ക് 12:03 PM മുതൽ ഉച്ചയ്ക്ക് 12:54 PM വരെയാണ് 23-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 24-ാം തീയതി ഉച്ചയ്ക്ക് 12:04 PM മുതൽ ഉച്ചയ്ക്ക് 12:54 PM വരെയാണ് 24-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 23-ാം തീയതി രാഹുകാലം
രാവിലെ 7:44 AM മുതൽ രാവിലെ 9:19 AM വരെയാണ് രാഹുകാലം. 24-ാം തീയതി രാഹുകാലം വൈകിട്ട് 3:31 PM മുതൽ വൈകിട്ട് 5:05 PM വരെ ആണ് രാഹുകാലം. 24-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ: 23-ാം തീയതി തിങ്കളാഴ്ച നീല, 24-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം. ശുഭദിനം.